ഒന്ന് വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അപേക്ഷ നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഇന്ന് കാണാം. അപ്പോൾ നിങ്ങൾ നമ്പർ ഞാനിപ്പോൾ അയച്ചു തരാം. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ നമ്മളിവിടെ ഈ BJP ഓഫീസിൽ ഈ അതിന് ഹെൽപ്പ് ഡെസ്ക് കൂടെയുണ്ട് ഞങ്ങൾ, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ സമയം തമ്മിൽ സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്താൽ മതി. നമ്പർ ഞാനിപ്പോൾ അയച്ചുതരാം. ശരി ശരി. അദ്ദേഹത്തിൻ്റെ നമ്പർ സ്വപ്നജിത്തിനൊന്ന് അയച്ചു കൊടുത്തു. സ്വപ്നജിത്തിൻ്റെ നമ്പർ ഇട്ടാ ഉണ്ടല്ലോ. ഞാൻ സംസാരിക്കാം. നമുക്ക് വന്നിട്ട് ഇതാണ് അങ്ങോട്ട് പോയല്ലോ, കുഴപ്പമില്ലല്ലോ. മറ്റേ സാധനം നിങ്ങളുടെ ആരുടെയും കയ്യിൽ പിടിച്ചോ? എന്തായിരുന്നു? അല്ല അത് തരല്ല, അതൊക്കെ നിങ്ങൾ അവിടെ കൊടുത്താൽ പ്രശ്നമില്ല. എല്ലാവരും അടുത്ത് വരും, നിങ്ങൾ ഇരുന്നോളൂ. ഇരിക്കുന്ന ആൾക്കാർ ഇരുന്നാണ്. ഇതാണ് കേൾക്കാവ് സർവീസ് 5 ലക്ഷം ലോൺ എടുത്തു. ഈ സർവീസുകാരാണ് ബാങ്ക് അല്ലേ? എവിടെയാ താമസിക്കുന്നത്? അവിടുത്തെ കൗൺസിലർ അറിയോ? കൗൺസിലർ അറിയില്ല. പാർവതിന്നാ? പ്രശാന്ത് MP ആണ്. പരിശോധന അവിടെ ആയിരുന്നു അല്ലേ? വട്ടിയൂർക്കാവിൽ ഈ സർവീസുകാരുടെ ബാങ്കിൻ്റെ ഇഷ്യൂ ആണ്. അപ്പം സർവീസുകാരുടെ ബാങ്കിൽ നിന്ന് വേറെ ഇപ്പം ജപ്തിയൊന്നും വരില്ല. അല്ല, നോട്ടീസ് വരും, ജപ്തി നടക്കില്ല. നോട്ടീസ് വരും, നോട്ടീസ് വരില്ലെന്ന് ഞാൻ പറയില്ല, ജപ്തി നടക്കില്ല. നമുക്ക് അവിടെ ആരെങ്കിലും ഒരാൾ കൊണ്ട് സംസാരിപ്പിക്കാം. പത്മകുമാറില്ല, കുറച്ചും കൂടി സീനിയർ ലീഡേഴ്സ് ആരെങ്കിലും ഇടപെടണം. ഒന്നുകിൽ PV രാജേഷ്, അങ്ങനെ ആരെങ്കിലും സംസാരിക്കാം. അങ്ങനെ ആരെക്കൊണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? കാര്യം പറയും, പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇവിടെ അവിടുത്തെ പ്രസിഡന്റ് അറിയും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ട് ഇതിൽ എന്ത് പരിഹാരം, ഇവരുടെ നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താലോ സംസാരിപ്പിക്കാം. നിങ്ങളെ എന്നിട്ട് നിങ്ങളെ അറിയിക്കും, വരാൻ പറയാം. ഒന്നുകിൽ ഇത് സംസാരിച്ചിട്ട് PV രാജേഷ് ഇവരെ വിളിക്കും, അല്ലെങ്കിൽ ഇവരോട് വരാൻ പറയാം. എന്നിട്ട് സംസാരിക്കും. അവിടുത്തെ ലോക്കൽ പാർട്ടിയുടെ ആരെങ്കിലും ഒരാളും കൂടി. ഇത് സാരമില്ല, ഇത് കുഴപ്പമില്ല. കൊല്ലം പറഞ്ഞോ, എന്തായിരുന്നു അത്? ഇനി ഇരിക്കണം ഇവര്? വേണ്ട, കുഴപ്പമില്ല, അത് സാരില്ല. ഏതില് എന്ത് അഡ്മിഷൻ? CPL കൊമേഴ്ഷ്യൽ ഫൈനൽ ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി +2 സയൻസാണ് എടുത്തിരുന്നത്. പക്ഷെ അവിടെ എന്ത് ട്രെയിനിങ് ഉണ്ടാവുക? അവിടെ നമുക്ക് പൈലറ്റായിട്ട് വളർത്താനായിട്ട്. അല്ല, അതിന് പൈലറ്റിന് അപേക്ഷ കൊടുക്കണം. അല്ല, അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക.
ഇപ്പോൾ 4 മാസത്തിന് മുമ്പ് ഇപ്പം BD ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം അതായത് എല്ലാ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അവർ അപേക്ഷ ക്ഷണിക്കും. അപേക്ഷ ക്ഷണിക്കാതെ നമുക്ക് അഡ്മിഷൻ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലും ഇൻഡിഗോ, എയർ ഇന്ത്യ, സെൻട്രൽ ഗവൺമെൻറ്റിനൊന്നും പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നില്ലല്ലോ. ഈ പറഞ്ഞ ഈ രാജീവ് ഗാന്ധി അതെവിടെയാണ്? അതൊന്നും ഗവൺമെൻറ്റിൻ്റെ അല്ല, അതൊക്കെ ഫ്ലൈയിങ് ക്ലബിൻ്റെ. ആ, അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കണം. നമുക്കത്ര സാമ്പത്തികമായിട്ട് അല്ല, സാമ്പത്തികം അത് അവരാണ് തീരുമാനിക്കുക. കാരണം ഈ പൈലറ്റ് ട്രെയിനിങ് ഒന്നും സർക്കാർ കൊടുക്കുന്നത് എൻ്റെ അറിവിലില്ല. സ്വകാര്യ ആൾക്കാരാണ്, ഏജൻസികളാണ് പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം അപേക്ഷ ക്ഷണിക്കുന്ന ഒരു ഇതിൽ അവരെത്രയാണ് ഫീസ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അന്വേഷിച്ച് പറയും. എന്നിട്ട് നമുക്ക് നോക്കാം. ആണ് അല്ല, ഇയാൾക്ക് അഡ്മിഷനാണല്ലോ വേണ്ട ആദ്യം. അപ്പോൾ അഡ്മിഷന് എന്നാണ് അഡ്മിഷൻ കൊടുക്കുന്നത്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മളവിടെ സംസാരിച്ചപ്പോൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഓൾറെഡി അടുത്ത ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയിലായാലും ഇത് എത്ര 2 വർഷത്തെ 3 വർഷത്തെ? അത് നമ്മൾ ഡിപ്പെൻഡിങ് പോകണം. ചിലപ്പോൾ 2 വർഷം എടുക്കാം. എക്സാം എഴുതി എടുക്കുന്നതനുസരിച്ച് അവിടെ എക്സാം കിട്ടാനാണ് പാട്. എൻട്രി കിട്ടാനാണ് പാട്. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എൻട്രി പെട്ടെന്ന് കിട്ടും. ബാങ്കിൽ നമ്മൾ സംസാരിച്ച് വെച്ചതാണ്, എഡ്യൂക്കേഷൻ ലോൺ സംസാരിച്ച് വെച്ചതാണ്, തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എന്ത് വല്ലത്തിനും നമ്മൾ സൗത്ത് ആഫ്രിക്കയിലാണ്. നമുക്ക് ഇവിടുന്ന് ശ്രമിച്ചു റിലേറ്ററോട് ഇവിടുന്ന് റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് ലെറ്റർ കൊടുക്കും. ആ ഡീറ്റെയിൽസ് ഉണ്ടോ? അതൊന്ന് ഇതാക്കിയിട്ട് കണ്ടാൽ മതി. പരാതി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ റിജക്റ്റ് ചെയ്യും, റിവ്യൂ അംഗീകരിക്കാതിരിക്കും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ BJP സ്റ്റേറ്റ് ആൾക്കാരെ രാമസുബ്രഹ്മണ്യ സാഹിബിനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരേ ഓപ്ഷൻ ഒരു ഹൈ എതിരായിട്ടുള്ള പരാതി ഞാൻ സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ വേറൊരു ചാപ്റ്റർ അതിൽ ഫേമിനെതിരായിട്ട് പരാതി കൊടുത്താണ്. ആ പരാതി കൊടുത്ത് അവർ പറയുന്ന അനുസരിച്ച് ചന്ദ്രൻ രാമൻ എന്നുള്ള ഫേമിനും കല്യാൺ രാമന് പ്രത്യേകിച്ച് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പരാതി കൊടുത്തു. അവസാനം ചന്ദ്രൻ പറയാൻ മറുപടി കൊടുത്തില്ല. അത് ഒന്നും ഇതാക്കുന്നില്ലല്ലേ? അതെ, എന്ത് കഴിഞ്ഞാൽ കല്യാണ രാമൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി മാത്രമായിട്ട് കൊടുക്കുന്നത് അവർ ഓർഡർ റിജക്റ്റ് ചെയ്തു. നിങ്ങളുടെ അവസാനം അവർ അയച്ച കത്തിൻ്റെ കോപ്പി ഉണ്ടോ? എല്ലാ ശൈലിയിലും ഇത് കുറച്ച് ഡീറ്റെയിലാണ്. അല്ല, അതുകൊണ്ട് എനിക്ക് ലാസ്റ്റിലത്തെ മാത്രം. നിങ്ങൾക്ക് ലാസ്റ്റിൽ വന്ന കത്ത് എന്താ? അത് ഓർഡറാണ്. ഇത് ഞാൻ റിവ്യൂ കൊടുത്തതാണ്. ലെറ്റർ ഡേറ്റഡ് 15th നോർത്ത് ഈ പറയുന്ന റോള് വെറുതെ ഇതിനകത്ത് ആപ്ലിക്കബിളാണ്. സുപ്രീം കോടതി പരിഗണനയുണ്ട്. റിവ്യൂവിന് മെറ്റീരിയൽ മസ്മാച്ച് ഉണ്ടെങ്കിൽ റിവ്യൂ പരിഗണിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട് പല വിധികളിലും. അത് ഈ ഇതായിട്ടാണ് പറയുന്നത്. അത് വ്യക്തമായിട്ട് അവർ തന്നെ ഈ 15/4 അവരയച്ച കത്ത് എവിടെയുണ്ട്? അല്ല, അവർ ലെറ്റർ ഡേറ്റഡ് 15th February 24. എല്ലാം ഇതാണ് 15th February. ഇത് പഴയതാ, അതിന് ശേഷമുണ്ട്. ഇതേ ഉള്ളൂ. 15th February നമുക്ക് കിട്ടിയത് 13th കത്താണ്. അല്ല, ഇവർ പറഞ്ഞിരിക്കുന്നത് വി വിഷ് ടു റീറ്റർ ദ കണ്ടൻസ് ഓഫ് ലെറ്റർ ഡേറ്റഡ് 15th February 24. നമുക്ക് കത്ത് വന്നിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല.
ലെറ്റർ എന്തായിരുന്നു, ഏതായിരുന്നു? കംപ്ലൈൻറ്റ്. ആ, പ്രിസ്ക്രൈബ് ഫോമുണ്ട്. ഇതാണ് മലപ്പൂർ അലിഗേഷൻസ്. സിഗ്നേച്ചർ റിമൂവ് ചെയ്തു. നമ്മൾ കൊടുത്ത പരാതികളല്ല, അവർ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരൊരു എത്തിക്കൽ ഇത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. എത്തിക്കലായിട്ടുള്ളത് അല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ലെറ്റർ, പ്രസിഡൻറ്റിൻ്റെ ഒരു ലെറ്റർ ഈ ICA ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഇതുണ്ടല്ലോ, സ്കാം നടന്ന 262 കൃത്യമായിട്ട് കിട്ടാനുള്ളത്. എവിടെയാ സൊസൈറ്റി? ഇവിടെ നമ്മുടെ ഞങ്ങൾക്കവിടെ ഇങ്ങനെ എത്ര പേര്? 1700 പേര് ഇന്നുള്ളതാണ്. അതിന് ഞങ്ങൾ ഇങ്ങനെയായിട്ട് തുടങ്ങി. എന്നായി ഇതിന്റെ പിന്നെ സൊസൈറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, ക്ലോസ് ചെയ്തു. എന്നാ ക്ലോസ് ആയത്? എന്നാ ക്ലോസ് ചെയ്തത്? ഇത് ഔട്ടായി, സ്കാം ഔട്ടായി 22 നവംബറിലാണ് സ്കാം ഔട്ടായത്. അന്ന് തൊട്ട് ഗോപിനാഥൻ നായർ പ്രസിഡന്റ്, അയാൾ മരിച്ചു, ജയിലിലൊക്കെ ഇട്ടിരുന്നു. മരിച്ചു. ഞങ്ങളിനി എത്താത്ത വാതിലുകളില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്, കോടതി എല്ലാം നമുക്ക് കേരളത്തിൽ നമുക്ക് അനുഭവങ്ങളുള്ളവർ എല്ലാവരും ദുഃഖിതരും 50 ശേഷം മരിച്ചുപോയി ഈ വ്യഥ കൊണ്ട്. എത്ര മെമ്പർമാരുണ്ട്? മെമ്പേഴ്സ് ഇപ്പോൾ 1500 ഡെഫിനറ്റ് ഉണ്ട്. ഇപ്പൊ അതിന്റെ പൊസിഷൻ എന്താ? ഇപ്പം റിസീവറുടെ ഭരണത്തിലാണ്. റിസീവറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോപ്പറേറ്റീവ് ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് പുറത്തു വിട്ടു. അതിൽ പറഞ്ഞത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടാണ് അവർക്ക് ചെയ്തത്. അത് T950 കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നിട്ടില്ല. ഇത് വളരെയധികം പബ്ലിസിറ്റി ചെയ്ത് പേപ്പറിലൊക്കെ വന്നു. എന്ത് പറയാനും ഞങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വയസ്സാം കാലത്ത് മരുന്ന് വാങ്ങി ഞങ്ങൾ ആൾക്കാർ മുട്ടിലിഴഞ്ഞാൽ പോകുന്നത്. എല്ലാം 65-നും 85-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഞാനൊക്കെ അവിടെ റിട്ടയർ ആയത് ആ ബെനിഫിറ്റാണ് അവിടെ കൊണ്ടുപോയത്. കംപ്ലീറ്റ് കൊണ്ടുപോയി സാർ. കുറേ ആൾക്കാർ ചേർന്നിട്ട് വ്യാപകമായ കബളിക്കൽ BSNLന്റെ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് നടത്തി ആൾക്കാരെ തെറ്റിച്ച് ഞങ്ങൾക്കറിയായിരുന്നു. ഔട്ട്സൈഡേഴ്സിനും കൂടെ കബളിപ്പിച്ച് 9% പലിശ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അട്രാക്ട് ചെയ്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പൈസയാണ് കൊണ്ടിട്ട്. എന്തൊരു കഷ്ടമാണ് ഈ ഗവൺമെന്റായിട്ട് ഒരു ലിങ്ക് ഇല്ല. ഒരു രാജ്യം, ഈ രാജ്യം ഒരു ന്യായം നടക്കത്തില്ല. ഞങ്ങൾക്ക് കോടതി പറഞ്ഞ് ED ഇൻവോൾവ് 1 വർഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 4 മാസം അവശേഷിക്കും. ഇതുവരെ അവർ അനങ്ങിയിട്ടില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ED വഴിയോ എന്തെങ്കിലും സ്ട്രിഞ്ചന്റ് ആക്ഷൻ എടുത്താലേ ഞങ്ങളൊക്കെ രക്ഷ. പാവങ്ങളാണ് സാർ ഞങ്ങൾ. ഞാനാണെങ്കിൽ ഇവിടെ അവർ നിയമത്തിൽ സജീവ പ്രവർത്തകനാണ്. അതിനവർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അവരും തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. നമുക്ക് ഇവിടെ അല്ലാതെ പരാതി പറയാൻ വേറെ സ്ഥലങ്ങളില്ല സാർ. ദയവേത് ഇതിനോടണം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 26 രാജീവ് സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു അമ്പലാശ്വരാമനൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇലക്ഷൻ മുമ്പേ ഞങ്ങളിത് പറഞ്ഞിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പം സാറും കൂടെ നടന്നാൽ ഞങ്ങൾ പാവങ്ങൾ രക്ഷപ്പെട്ടു പോകും. ഞാനുൾപ്പെടെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു മരിച്ചും പോയി. 10-30 എന്ത് ചെയ്യണമെന്ന് ഒരു ഗത്യന്തരമുള്ള ഒരു അറിവൊന്നുമില്ല. സാറ് എന്ന മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒന്ന് എല്ലാവരും വയസ്സായത് സാർ. 60-75 ഒരു ഞാനുണ്ട്. റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ആ പൈസ വാങ്ങിച്ചിട്ടാണ് എല്ലാവരും പലരും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
നിർമ്മല മാഡമായിട്ടൊന്ന് പറഞ്ഞ് ഇഡിയുടെ ഇതൊന്ന് ഫാസ്റ്റ് ആക്കാൻ ഒന്ന് പ്രസിഡന്റ് ഒരു കത്ത് എഴുതുക, ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആൾക്കാർ. 2 പാർട്ടിയുടെ നേതാക്കന്മാരെ ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തുക. ഇതൊരു പബ്ലിക് ഇഷ്യൂ എന്നുള്ള റേസ്. അതെ, അതിൻ്റെ കൂടെ ഈ ആ സെയിം തന്നെ ഇന്നലെ ഒരു 40 വിവരിച്ചായിരുന്നു നമ്മുടെ ഓരോരുത്തരായിട്ട് ഇത് തന്നെ BSNL തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഇത് ഞാൻ റെയിൽവേയില്ല റിസർവേഷനിലായിരുന്നു. ശരി, 74 വയസ്സായി. ഇത് രണ്ടും ഞാൻ ഈ രീതിയിൽ ഒന്ന് പ്രസിഡന്റ് ഒരു കത്ത് എഴുതിയിട്ട് അതിലെന്ത് നടപടി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നിട്ട് അത് പ്രസിഡന്റ് തീരുമാനിക്കട്ടെ. ഞാനല്ല. ശരി സാർ. താങ്ക് യു വെരി മച്ച് സാർ. ആയിക്കോട്ടെ. ശരി സാർ, വളരെ ഉപകാരം. ശരി താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ശരി. താങ്ക് യു സാർ. ചെന്നിട്ട് ഒരു സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതുവരെ പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല, അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടിയിട്ടില്ല. 2-3 വർഷം എവിടെ ചെന്നിട്ട സൊസൈറ്റിയിൽ മഹിളാ കോപ്പറേറ്റീവ്. അപ്പം ഞങ്ങൾ ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. അവർ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉടനെ കൊടുക്കണമെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവരിതുവരെ ഞങ്ങൾക്ക് തരുന്നില്ല. അപ്പം ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് പരാതി. ഇപ്പം മറ്റേ അനിലിൻ്റെ പ്രശ്നം നമ്മുടെ ഒരു ഇതായിട്ട് വെച്ചിരിക്കുന്നത്. ഇതും സെയിം എന്താണെന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും ഒരാളിത് അത് ചെന്നിട്ടില്ലേ? അതെ. അപ്പോൾ അവിടെ ആരാ കൗൺസിലർ അറിയാം? നമ്മുടെ പുള്ളി രവികുമാർ അത് നോക്കട്ടെ. നമ്മൾ കത്തെഴുതി ഒരു ശ്രമം നടത്താം. അതോടൊപ്പം അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നിയമത്തിൽപ്പെടുന്നതാണ്. നമുക്കൊരു എക്സൈസ് സഹകരണമുണ്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റാണ് പട്ടാളക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 1958 രൂപീകരിച്ചാണിത്. അതിനുശേഷം അതായത് ഇന്നത്തെ സെക്കൻഡ് വേൾഡ് വാർ ആയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇന്ന് ഇതിൻ്റെ സാധ്യത വളരെയേറുണ്ട്. കാരണം നമുക്ക് അഗ്നിവീറുകൾക്ക് മുഴുവൻ ഒരു പുനരധിവാസത്തിനുള്ള ആഭ്യന്തരമന്ത്രി നമ്മുടെ പ്രതിരോധ മന്ത്രിക്കുള്ള ലെറ്റർ പട്ടാളക്കാരുടെ ഭാരത്തായിരുന്നു പണ്ടത്തെ ഭാരത്താണ്. രക്ഷാമന്ത്രി, ഹോം മിനിസ്റ്റർ റെക്കമെൻഡേഷൻ അവർക്ക് അത്രയുണ്ട്. അവർക്ക് അതാണ് ആവശ്യം. ബൂത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 36 ഇപ്പം ജയകുമാർ സാറല്ലേ, കരുമല ജയകുമാർ സാർ പേപ്പർ കൊണ്ട് എല്ലാ പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇത്? ഈ ലോണിൻ്റെയാണ്. എവിടുത്തെ? ഈ സഹകരണ ബാങ്കിൽ നിന്ന് എടുത്താണ്. നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. 6 ബ്ലോക്ക് ഗവർണർ സെൻഡിട്ട് സോഡിയം കുറഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം നടന്നു തുടങ്ങിയതേ ഉള്ളൂ. അദാലത്തിൽ വെച്ചിട്ട് ഞാൻ 2.5 ലക്ഷം എടുത്തത്. അവർ എമൗണ്ട് ബാങ്കിൽ എഴുതിയിട്ടുണ്ട് സാർ. ഇതെവിടെ സ്ഥലം? പട്ടം കേശാശ്രം. മറ്റേ നമ്മുടെ പാർട്ടി അനുഭവം തന്നെ ഗോപാലകൃഷ്ണനായിരുന്നു. പുള്ളിയുടെ ബാങ്കാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. വയലിക്കടയാണോ? അല്ല, മരപ്പാലം. വയലിക്കട ഒന്നുണ്ട്. അവിടുത്തെ കൗൺസിലറെ അറിയാമോ? കൗൺസിലർ അംശു വാമദേവൻ.
പുള്ളിയൊന്നും ചെയ്യില്ല. നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തമായിട്ട് അറിയാലോ. വട്ടം അല്ലേ? വട്ടം മരപ്പൽ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പെർമനന്റ് ഗവൺമെന്റ് സാറിനൊക്കെ പോയി കണ്ട് പേപ്പർ പെർമനന്റ് ഇല്ല പേപ്പർ കൊടുത്തു. ഹരിച്ചേട്ടനൊക്കെ പോയി പേപ്പർ കൊടുത്തു നോക്കാന്ന് പറഞ്ഞു. സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹകരണ സംഘം പൊതുപ്രശ്നം ഇല്ല RBI അല്ല ഇത്. അതുകൊണ്ട് സംസ്ഥാന സഹകരണ മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് കത്തെഴുതുക. അതാണ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത്. സഹകരണ വകുപ്പ് മന്ത്രിക്ക് അല്ല, നിങ്ങളല്ല, സംസ്ഥാന പ്രസിഡന്റ്. സംസ്ഥാന പ്രസിഡന്റ് എഴുതും. പ്ലസ് ഈ ഏതെങ്കിലും അവിടുത്തെ ലോക്കൽ ഒരാൾ ഇതിൻ്റെ പിന്നാലെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാം. ഇത് ബാങ്കിൽ തന്ന പേപ്പറാണ്. ഇത് ഒറിജിനലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഹെൽപ്പ് ഡെസ്ക് വന്നിട്ട് എടുത്തു. വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൈഫും കൂടെ മക്കത്ത് പോയി. ഹജ്ജിന്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പൈസ പോവാണ് ഈ വർഷം. അപ്പോൾ ഞാൻ നേരത്തെ പരാതിപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഈ അൽമുക്തദാറിൽ ആകപ്പാടെ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് കുറെ ഈ സ്വർണം സ്വർണ്ണം അത് അൽമുക്തദാറാണ്. പങ്കാളിയെ പൈസ അതിൻ്റെ പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ലാതായിട്ട് 3 ലക്ഷം 4 ലക്ഷത്തോളം രൂപ ഇതിനിടയ്ക്ക് പൊളിഞ്ഞു പോയി. വെളിയിലോട്ട് പോയി വരിക ഡൽഹിയൊക്കെ. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ടെ സാർ. ഇതാണ് എൻ്റെ പൊസിഷൻ. അവസാനമായിട്ട് അപ്സന ഹിന്ദിയൊന്നും എനിക്കറിയാം കൂടെ സംസാരിക്കാനേ. ഹിന്ദിയാ സാർ. ഇപ്പൊ പരാതി കൊടുത്തിരിക്കുകയാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ കൊടുത്തില്ല. പോലീസിലൊരു പരാതി കൊടുക്കണല്ലേ സാർ? കാരണം ഇതൊരു നിങ്ങളുടെ വിശ്വാസവഞ്ചനയാണ്. നിങ്ങൾ നിക്ഷേപിച്ച പണം, ആ പണം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടൂല്ല എന്നല്ല, അല്ലെങ്കിൽ കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ അത് ഒരു സ്വകാര്യ വ്യക്തി നിങ്ങളെ വഞ്ചിച്ചു. അപ്പോൾ അതിന്റെ ഒരു പരാതി ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ആ പരാതി കൂടി വെച്ചിട്ട് സംസ്ഥാന സർക്കാർ അല്ല, അത് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പരാതി കിട്ടിയതിന് ശേഷം നിങ്ങൾ പോലീസിന് കൊടുത്ത പരാതിയും കൂടിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അല്ല, ഇതിലെന്ന് വെച്ചാൽ ഇതിപ്പോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അയച്ചല്ലേ? പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലല്ല, ഇതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട വകുപ്പിന് അയച്ചു കൊടുക്കും. എക്കണോമിക് അഫയേഴ്സ് അവര് കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ് കൊടുക്കുക. പക്ഷെ കേന്ദ്ര ധനകാര്യ വകുപ്പിന് ഇതിൽ നേരിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റ് അയക്കും. സംസ്ഥാന ഗവൺമെന്റ് പറയും അങ്ങനെ ഒരു പരാതി ഇവിടെ പോലീസ് സ്റ്റേഷനിലൊന്നും ഇല്ലെന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സാധനം അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റാണ്. അപ്പൊ ഇവരോട് ചോദിച്ചു കഴിയുമ്പോൾ ഇവര് പറയും ഇങ്ങനെ പരാതിക്കാരൻ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന്. അങ്ങനെയുള്ളൊരു രാജ്യത്തിന് പുറത്തു പോയി എന്നാണ് പറയുന്നത്. അതാണ് നോക്കാം. ആദ്യം FIR അത് കഴിഞ്ഞിട്ട് മോന്റെ കല്യാണം ആകപ്പാടെ വന്നിരിക്കും. ആകപ്പാട് മുതലെങ്കിലും കിട്ടിയാൽ മതി, പ്രോഫിറ്റ് ഒന്നും വേണ്ട. മനസ്സിലായി. നോക്കാം. EMS എന്നാൽ കെട്ടിടം
എവിടെ സ്ഥലം? നെടുമങ്ങാട് ചുള്ളിമന്നൂർ. കഴിഞ്ഞ ആഴ്ച ചേട്ടൻ അവിടെ വന്നിരുന്നു. അതെ, ആനാട് പഞ്ചായത്ത്. നമ്മുടെ ആനാട് പഞ്ചായത്ത് ഇതല്ലേ? ചെറുവേലി വാർഡ്. വാർഡ് അല്ല, പഞ്ചായത്ത് ആനാട് പഞ്ചായത്ത് അല്ലേ? ചേട്ടൻ അവിടെ വന്നപ്പോൾ പ്രശാന്ത് ഉണ്ടായിരുന്നു. പ്രശാന്ത് എൻ്റെ അനിയനാണ്. ഓ ശരി, പ്രശാന്തിന്റെ ചേട്ടനാണ്. വലിയ മേലാണ്. ശരി. പ്രശാന്തിനെ അറിയോ ഇത്? പ്രശാന്തിനെ അറിയാം. പ്രശാന്ത് ഇന്നിവിടെ വരുന്ന കാര്യം അറിയാം? അല്ല അതറിയില്ല. കമ്മിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രശാന്ത് അറിഞ്ഞിരുന്നെങ്കിൽ പ്രശാന്ത് തന്നെ ഇത് പരിഹാരം കണ്ടുപിടിച്ചേനെ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ചേട്ടനായിട്ടൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന്. ശരി. അവിടെ ചുള്ളിമാനൂർ വെച്ചിട്ട് 10-14 വർഷമായി വീട് ചെതറൊക്കെ ഇടിഞ്ഞോടാണ്. മറ്റുള്ള പണിയൊന്നും ചെയ്യില്ല. 75,000 രൂപ കിട്ടിയിട്ടുള്ളായിരുന്നു. കമ്പിയെല്ലാം പുറത്ത് കാണും. യാതൊരു സമയം അത് ഇളകി വീഴും. നമ്മുടെ ആ പഞ്ചായത്തിൻ്റെ ലീഡേഴ്സിനോട് ടേക്കപ്പ് ചെയ്യാൻ പറഞ്ഞത് അതാണ് അതിനുള്ള പരിഹാരം. നോക്കാനിട്ട് ഇത് നമുക്ക് അറിയുന്ന എഴുതിയിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ട് എനിക്ക് അറിയിക്കാനുണ്ട്. എന്നെ ഒന്ന് വിളിക്കണം. എല്ലായിടത്തും പരാതി കൊടുത്ത് ഒരു നടപടിയുണ്ട്. എല്ലാ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. 22 പവന്റെ സ്വർണം നശിപ്പിച്ചു. ഇപ്പം അന്യായത്തടങ്കലാണ്. ഭൂമി വിൽക്കണം എന്നതാണ്. അതാണ് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത്. അവരുടെ പേരിൽ 20 സെന്റ് ഭൂമിയുണ്ട്. പക്ഷെ ഈ മകളെ ആരാ തടങ്കലിൽ വെച്ചിരിക്കുന്നത്? ഈ ലാ അക്കാഡമി ലോ കോളേജിന്റെ ഹോസ്റ്റലിൽ. അവിടുത്തെ ഒരു സമഗ്രാധിപതി തന്നെയായിരിക്കണം. അങ്ങേക്കറിയാം, എല്ലാവർക്കും അറിയാം, ലക്ഷ്മി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന സാഹചര്യ തെളിവുണ്ട്. അവർക്കെന്താ നിങ്ങളോട് എന്താണ്? അല്ലെങ്കിൽ എനിക്ക് അന്യായത്തടങ്കൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അത് ലംഘിക്കാൻ ചെന്നാൽ ഒന്നേ കള്ളക്കേസിൽ കൊടുക്കാം, അല്ലെങ്കിൽ അപായപ്പെടുത്തിയേക്കാം. അവിടെ അല്ല, ഇതുകൊണ്ട് ഞാൻ അന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അന്ന് ലോക്കൽ അന്വേഷിക്കട്ടെ എന്ന് ഞാൻ പിന്നീട് പറയാം. സംശയകരമായ ചില സാഹചര്യങ്ങളുണ്ട്. അത് ഞാൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ 2 പേരുടെ ഞാനൊന്ന് അന്വേഷിപ്പിച്ചിട്ട് ഞാൻ പറയാം. ഇനി എന്ന് ഞാൻ വീട്ടിൽ വരണോ ഇവിടെ വരണോ? അല്ല, ഇതൊരു കാര്യം ചെയ്യാം. ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ നിങ്ങളെ അറിയിക്കും. ഇപ്പൊ ഞാൻ പാർട്ടി മെമ്പറാണ്. ഇവിടെ മനസ്സിലായി. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളെ വിവരം അറിയിക്കും. ഹെൽത്ത് ഡെസ്കിന്റെ ഫോൺ നമ്പർ എടുത്തു. ഉണ്ട്, ഇവിടെ ഉണ്ട്. ശരി. നേരത്തെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫർ മോള് ശിവഗംഗയിലാണ്. ഇങ്ങോട്ട് നാഗരൂരിലെങ്കിലും കിട്ടിയാൽ കൊള്ളാം. കല്യാണമായിട്ട് നമുക്ക് മാറ്റി. ഞാൻ ഇപ്പോൾ നേരത്തെ അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഏത് ബാങ്കാ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപേക്ഷ നേരത്തെ ഇവിടെ കൊടുത്തിരുന്നത്. ശരി. ട്രാൻസ്ഫർ ചെയ്യാം സെൻട്രൽ ബാങ്ക്. ഇത് നിങ്ങളുടെ സഹോദരി ജില്ലാ പ്രസിഡന്റ് സഞ്ജയ് ജി പറഞ്ഞയച്ചതാണ്. ആലപ്പുഴ ജില്ലയിലെ മാലിക്കലുണ്ടാണ്. 42 വയസ്സ് കഴിഞ്ഞ സാറേ. ഇനിയൊരു ജോലിക്ക് കാത്തിരിക്കാനുള്ള സമയമില്ല, പ്രായപരിധിയുണ്ട്. കുടുംബത്തിൻ്റെ ഭാരം പുള്ളിയുടെ എല്ലാം. എങ്ങനെ ഇത് സാധിച്ചു കിട്ടണം?
മാറി വയസ് കോളേജിൽ ഇതിന് വേണ്ടിയിട്ടൊരു ശുപാർശ കത്തല്ലേ വേണ്ട പ്രധാനം? എങ്ങനെയാണ് നേടിത്തന്നെ നോക്കട്ടെ, സംസാരിച്ച് നോക്കട്ടെ. ഞാൻ നമ്മുടെ CAT കോടതിയിൽ ഒരു മേഴ്സി പെറ്റീഷൻ കൊടുക്കുന്നത്. ഞാനൊരു എക്സ് കോൺസ്റ്റബിളാണ് സാർ, CBI-യിൽ. സാറിൻ്റെ വീട്ടിൽ വന്ന് ഞാനൊരു 3 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ റിക്വസ്റ്റ് തന്നായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സാറിൻ്റെ സെക്രട്ടറി തന്നൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാറ്റിൽ ഡിസ്പ്യൂട്ടിൽ ഇതിൽ നിൽക്കുന്നത് കൊണ്ട് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ഇന്നിപ്പം എൻ്റെ റിവ്യൂ പെറ്റീഷൻ CAT അംഗീകരിച്ചു. സാർ അംഗീകരിച്ച് ഹോം മിനിസ്ട്രി ഒരു എൻക്വയറി നടത്തിയിട്ട് ഹോം മിനിസ്ട്രി ഒരു എൻക്വയറി 2 പക്ഷക്കാരുടെയും ഇത് ഹിയറിംഗ് കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു ജഡ്ജിമെന്റ് CAT തന്നു. എവിടെയാ സ്ഥലം? സാർ ഞാൻ പേയാട്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ എന്താ നടന്നത്? സർട്ടിഫൈഡ് കോപ്പി നമ്മുടെ കോടതിയിൽ നിന്ന് വക്കീലിൽ നിന്ന് ഹോം മിനിസ്ട്രിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ അല്ല, പിന്നെ നിങ്ങൾക്കൊന്നും വന്നില്ലേ? ഇല്ല, ഇപ്പം അയച്ചതല്ലേ ഉള്ളൂ സാർ. ഇപ്പം അല്ല, ഇത് 24-ലാണല്ലോ ഉത്തരവ്. ഈ കഴിഞ്ഞ 19 സാർ, കഴിഞ്ഞ മാസം 19. 21/6/24 ഇത് ഫയൽഡാണ് നമ്മുടെ ഫയൽ. ഇതിന്റെ ഡേറ്റ് ജഡ്ജിമെന്റ് ഡേറ്റ് അതെ 19 സെപ്റ്റംബർ 19. അതെ സാർ, അതെ സാർ. അപ്പം നിങ്ങളിപ്പം കൊടുത്തിട്ടുണ്ട്? ഇപ്പം കൊടുത്തു സാർ. വക്കീലിന് ഹോം മിനിസ്ട്രിക്ക് സർട്ടിഫൈഡ് കോപ്പി കൊടുത്തിട്ടുണ്ട്, ഒറിജിനൽ. അപ്പൊ ഇനി ഹോം മിനിസ്റ്റർ പരിഗണിക്കുമല്ലോ സാർ. അതിന് വേണ്ടത് ഒരു 4 വർഷം കൂടെ കിട്ടും സാർ. സപ്രഷൻ ഓഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു മേജർ പെനാൾട്ടി എനിക്ക് തന്നത് സാർ. ഇതിനകത്തൊരു മൈനർ പെനാൾട്ടിയും അതിനകത്തുണ്ട്. ഒരു മൈനർ പെനാൾട്ടി ആണെങ്കിൽ അതും നമ്മുടെ സ്വന്തം നാട്ടിൽ വന്നപ്പോഴാണ് ഈ വിഷയം. ഞാൻ CGO കോംപ്ലക്സിലായിരുന്നു സാർ, സൈബർ ഇൻവെസ്റ്റിഗേഷൻ സെല്ലിലായിരുന്നു. അബ്ദുൽ കരീം തെലിക്കിയുടെ മെയിൻ അബ്സോണ്ടറായ സെൽവരാജിനെ അറസ്റ്റ് ചെയ്തത് ഞാനാണ് സാർ. 2000 കോടിയുടെ മുദ്രപത്ര കുംഭകോണം ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്ന 3 മാസം നിന്നാണ് ഞാനത്. അതിന് 5000 രൂപ എനിക്ക് റിവാർഡും കിട്ടിയ ആളാണ്. നോർത്തിൽ ഒരു വിഷയമില്ലായിരുന്നു സാർ. ഇവിടെ വന്നപ്പോൾ സാർ നമ്മുടെ സഹപ്രവർത്തകരുടെ ജലസീ അസൂയകളാണ് എന്നെ ഈ വിഷയത്തിലോട്ട് തള്ളിവിട്ടത്. ചില മുൻ കാര്യങ്ങൾ ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്. പ്രശാന്തേ, നിങ്ങളുടെ ചേട്ടൻ്റെ ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. EMS ഭവന പദ്ധതിയിൽ 75,000 രൂപ അനുവദിച്ചു. പക്ഷെ അത് താമസിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിയിലാണിപ്പോൾ. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഈ വീടുകൾ റിപ്പയർ ചെയ്യുന്നതിനുള്ളൊരു ഇതുണ്ടല്ലോ, പദ്ധതി. അപ്പോൾ അത് അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ എന്താ വഴി എന്നുള്ളതൊരു ശ്രമം നടത്തും. അതെ അല്ല, അതുകൊണ്ട് 2 വഴികളാണുള്ളത്. ഒരു വഴി അന്വേഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വഴി അങ്ങനെ അനധികൃതമായി നിയമവിരുദ്ധമായി ഒഴിവാക്കപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് കടക്കുക. അത് ഈ 2 വഴികളാണുള്ളത്. ശരി. എന്ത് കാരണത്താലാണ് ഒഴിവാക്കിയത്? ശരി. ശരി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, എന്നിട്ട് നമുക്ക് കാണാം. ശരി 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 കാണാം. നമുക്ക് കണ്ടിട്ട് ബാക്കിയാ നോക്കാം. ശരി.
അപ്പോൾ പ്രശാന്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ പ്രശാന്ത് നോക്കും. അല്ല, ഇതിലിപ്പോ നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുകയാണല്ലോ, അത് തീരുമാനമായിട്ടില്ലല്ലോ? ആയിട്ടില്ല സാർ. ബുധനാഴ്ച ഒരു കാര്യം ഒരു നമ്മളൊരു പാർട്ടി പ്രസിഡന്റിന് ഇതൊന്ന് അനുഭവപൂർവ്വം പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത് അയക്കാം സാർ. സാറിന് ഞാൻ ചർച്ച സ്ഥലത്തിൻ്റെ ഞാൻ ഇവിടെ ഈ ബിഷപ്പും ഈ പ്രവീണും ഇവരൊക്കെ ചെയ്ത കറപ്ഷനെതിരെ SFI കേസിന് ഞാൻ ഇത് 16-ാം തീയതി സുപ്രീം കോടതി പോവുകയാണ് സാർ. SFI ആൾറെഡി നമുക്ക് അലോട്ട് ആയിരിക്കുകയാണ് സാർ. ഇവർ ഏതോ രീതിയിൽ ഡിലേ ചെയ്ത് ഈ പ്രവീൺ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാനും ഇതിനകത്ത് ഇംപ്ലീഡ് ചെയ്ത് കയറി സാറ്. അപ്പം അത് SFI വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈ നോൺ പ്രോഫിറ്റബിൾ കമ്പനികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കറപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനും നമുക്ക് പറ്റും സാറേ. കാരണം കേന്ദ്ര സർക്കാരിന്റെ 1000 കോടിയോളം രൂപയാണ് നമ്മൾ ആദായ നികുതി ഇനത്തിൽ ഇവരിവിടെ വരികയും. അത് വേറെ വിഷയമാണ്. അതെ സാർ, ഞാൻ അങ്ങനെ ഒരു 4 വർഷമായിട്ട് ഞാൻ സാറിന്റെ ബന്ധപ്പെടുത്തുന്നു. ഞാൻ സായിലത്തിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പോർട്സ് പേഴ്സണാണ്. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ലെറ്റർ വാങ്ങി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരിട്ടൊന്ന് വിളിച്ച് പറഞ്ഞ ഒരു ഇടപെടൽ നടത്തിയ ചെറിയ ഇഷ്യൂ അത് തേർഡ് പാർട്ടി ഏജൻസിയാണ് കോൺട്രാക്ട് ബേസിസിൽ ചെയ്യണം. അപ്പോൾ സായിയും ആ തേർഡ് പാർട്ടിക്കാണ് റിക്വയർമെൻറ്റ് കൊടുക്കുന്നത്. തേർഡ് പാർട്ടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഷൂട്ടിങ്ങിന് എവിടെയായതുള്ളത്? ഷൂട്ടിങ് വട്ടിയൂർക്കാവ് ആയിരുന്നു. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് സായി LNCPയിലാണ് കൊടുത്തിരിക്കുന്നത്. LNCP അങ്ങനെ ആൾക്കാർ എടുക്കുന്നുണ്ടോ? അവിടെ ഒരു വേക്കൻസി കിടപ്പുണ്ട്. ഹോസ്റ്റൽ വാർഡന്റെ ഒരു വേക്കൻസി ഉണ്ട്. ഹോസ്റ്റൽ വാർഡൻ. അപ്പോൾ അവിടെ സായി എടുത്തിട്ടാണ് സാർ അത് ഏജൻസിക്ക് വിടുന്നത്. നേരിട്ടൊരു ഇടപെടൽ നടത്തി ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ജില്ലാ ഓഫീസിൽ നിന്ന് ലെറ്റർ വാങ്ങി കൊടുത്തത് സത്യസാൻഡയിൽ കൊടുത്തായിരുന്നു. സാറിൻ്റെ മോളെ എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നേ. താങ്ക് യു സാർ. മാർഗാനസ്കോളയിലെ കഷ്ടം മാത്രം പ്രകൃതി ശക്തമായ ഇടപെടി ഉണ്ടാകണമെങ്കിൽ എന്തറിയോ, ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ സ്ഥാപനമാണ്. അപ്പോൾ ആ സ്വകാര്യ സ്ഥാപനം അവർ നോക്കിയിട്ടാണല്ലോ ചെയ്യുക. അവരുടെ സംഭവം ശരി.